എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് കൊറാപ്പുട്ട്സ് ട്രൈബൽ ഫുഡ് ബാസ്ക്കറ്റ്. അത് GS2 സോഷ്യൽ ജസ്റ്റിസ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ കൊറാപ്പുട്ട് എന്ന് പറയുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ മാൽ ന്യൂട്രീഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫുഡ് ബാസ്ക്കറ്റ് സ്കീം പോലുള്ള ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു MS സ്വാമിനാഥൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം അത് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് വന്നത്. അതിനകത്ത് കൂടുതലും നമുക്ക് ഡേറ്റ ഉണ്ട്. അപ്പം ആ ഡേറ്റ ബേസ് ചെയ്തിട്ട് ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിലെ മാൽ ന്യൂട്രീഷനും അതുപോലുള്ള ഡെമോഗ്രഫിക്സ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ആൻസർ റൈറ്റിങ്ങിന് യൂസ്ഫുള്ളാണ്. നെക്സ്റ്റ് ഈസ് ദ ലോങ് ആൻഡ് വൈൻഡിങ് റോഡ് ഓഫ് ഇന്ത്യ-ചൈന റിലേഷൻസ്. അപ്പോൾ ഇന്ത്യ-ചൈന റിലേഷൻസിൽ ഇപ്പോൾ കറണ്ട് കേസ് സിനാരിയോയിൽ അതിലൊരു ബാലൻസ്ഡ് അപ്രോച്ച് കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ് ഈ പ്രാവശ്യത്തെ എഡിറ്റോറിയൽ വന്നേക്കുന്നത്. അപ്പം IR പെർസ്പെക്റ്റീവിൽ GS2 ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ചൈന പെർസ്പെക്റ്റീവിലുള്ള ഒരു ന്യൂസാണ്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക് തന്നെയാണ്, പക്ഷെ നമുക്ക് ഈ ഒരു ഇതും കൂടി നോക്കാം. ഓക്കെ, ഈ ഒരു പെർസ്പെക്റ്റീവും കൂടി നോക്കാം. നെക്സ്റ്റ് ന്യൂസ് ഈസ് ദെയർ എ റൈറ്റ് ടു ടേക്ക് ഒഫൻസ്. ഓക്കെ, ഇത് നമുക്ക് GS2 പൊളിറ്റി റൈറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ റൺവീൻ അലഹാബാദിയ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട്. അപ്പോൾ ഇൻഫ്ലുവൻസറിൻ്റെ ഒരു കമൻറ്റ് ഭയങ്കര ഡെറോഗേറ്ററി കമൻറ്റ് വന്നു. അത് ഭയങ്കരമായിട്ട് കോൺട്രവേഴ്സി ഉണ്ടായി. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഉള്ളൊരു ഡിസ്കഷൻ്റെ പുറത്തുള്ളൊരു ന്യൂസാണ്. അപ്പം നമുക്ക് ഇതിനെ ഒരു ബാലൻസ്ഡ് അപ്രോച്ചിൽ എങ്ങനെ റീച്ച് ഔട്ട് ചെയ്യാം, എസ്പെഷ്യലി റൈറ്റ് ടു ഫ്രീഡം പോലത്തെയുള്ള റൈറ്റ്സ് ചാലഞ്ച് ചെയ്യുന്ന രീതിയിൽ. അപ്പം അതൊരു മിഡിൽ ഗ്രൗണ്ടാണ്. ഈ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ we need to know how we can approach that question. Okay, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് ന്യൂസ് ഇസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് കൊറാപ്പുട്ട്സ് ട്രൈബൽ ഫുഡ് ബാസ്ക്കറ്റ്. Koraput, a district in Odisha, is home to a significant tribal population engaged in subsistence farming. Despite its rich biodiversity, malnutrition remains a persistent issue due to limited dietary diversity and lack of awareness about nutrition. Between 2013 and 2022, MS Swaminathan Research Foundation implemented a community-based nutrition literacy model to improve household food security, increase dietary diversity, and empower local communities. Okay. The key aspects of the initiative എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ന്യൂട്രീഷൻ സെക്യൂരിറ്റി ഇൻ ട്രൈബൽ ഏരിയാസ്. മാൽന്യൂട്രീഷൻ റേറ്റ്സ് റിമെയിൻ ഹൈ ഡിസ്പൈറ്റ് ആക്സസ് ടു ഗവൺമെൻറ് വെൽഫെയർ സ്കീംസ് ആസ് പെർ NFHS 5. ഓക്കെ, അതായത് 33% ഓഫ് ചിൽഡ്രൻ അണ്ടർ 5 ആർ അണ്ടർ വെയ്റ്റ്, 20% സഫർ ഫ്രം സ്റ്റണ്ടഡ് ഗ്രോത്ത്. ഓക്കെ, പിന്നെ 17% അക്യൂട്ട്ലി മാൽന്യൂട്രിഷ്ഡ് ആണ്. ഓവർ 50% ഓഫ് വുമൺ ആർ അനീമിക്, അയൺ കണ്ടൻറ്റ് കുറവാണ്. ഓക്കെ, അപ്പം വുമൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുമ്പോൾ യു ക്യാൻ ഓൾവേസ് കോട്ട് അനീമിക്. ഏകദേശം നമുക്ക് ഇന്ത്യയിൽ തന്നെ 50% ഓഫ് വുമൺ ആർ അനീമിക്. ഓക്കെ, ലിമിറ്റഡ് അവയർനെസ് ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ് ചോയ്സസ് ആൻഡ് ഡയറ്ററി diversity among tribal communities. Community based model for nutrition literacy. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഇൻട്രൊഡ്യൂസ്ഡ് എ പെർട്ടിക്കുലർ പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് ഫോർ സസ്റ്റൈനബിൾ ന്യൂട്രീഷൻ സെക്യൂരിറ്റി, promoted nutrition sensitive farming to enhance dietary diversity, conducted training programs focusing on balanced diet and infant feeding practices. പിന്നെ ഹൈജീൻ, സാനിറ്റേഷൻ ആൻഡ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിനെ കുറിച്ച് പറഞ്ഞു. റോൾ ഓഫ് വുമൺ ആൻഡ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ് ഇൻ ഫുഡ് സെക്യൂരിറ്റി. പിന്നെ കളക്റ്റീവ് ഡിസിഷൻ മേക്കിങ്ങിലോട്ടുള്ള തോട്ട് പ്രോസസ്സ്, അതായത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എൻഷുർ ദാറ്റ് ന്യൂട്രീഷൻ സെക്യൂരിറ്റി വാസ് ടാക്കിൾഡ് ടു എ ഹൗസ് ഹോൾഡ് ആൻഡ് വില്ലേജ് ലെവൽ, എൻകറേജ് ദ കൾട്ടിവേഷൻ ഓഫ് ഡൈവേഴ്സ് ക്രോപ്സ് അറ്റ് ഹോം ഇൻ ഹോം ഗാർഡൻസ്. അതായത് ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്ത പ്രോഗ്രാംസാണ് ഈ പറയുന്നത്. Shifted decision making from individual choices to collective responsibility, fostering long-term sustainability. The impact of initiative എന്താണ്? Around over 200 men and women from 70 villages became trained community nutrition champions. Home gardens expanded from 4 to 10 plus varieties of crops, leading to higher dietary diversity. Increased consumption of leafy vegetables, pulses, fruits, poultry and fish. Women took an active role in agricultural decisions, improving food security. Midday meal programs and ICDS interventions were strengthened to ensure children received adequate nutrition.
ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ ഒരു വേ ഫോർവേഡ് എന്ന രീതിയിൽ ഇതെങ്ങനെ ഇപ്പം നമുക്ക് ഇങ്ങനൊരു മോഡൽ കിട്ടിക്കഴിഞ്ഞാൽ ദേ ഹാവ് ഡൺ എ ഗ്രേറ്റ് റോൾ ട്രൈബൽ കമ്മ്യൂണിറ്റീസിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ന്യൂട്രീഷൻ കൊണ്ടുവരുന്നതിന് ഒരു എക്സാമ്പിളാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഓൺ എ ലാർജ് സ്കെയിലൊക്കെ കൊണ്ടുവരുമ്പോഴേക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റും? നിങ്ങളിപ്പോൾ ഒരു കളക്ടറായിട്ട് വന്നു, ഇതിപ്പം ഈ ക്വസ്റ്റ്യനൊക്കെ തന്നെ നിങ്ങൾക്ക് എത്തിക്സ് പെർസ്പെക്റ്റീവിലൊക്കെ വരാം. ഓക്കെ, അപ്പം നിങ്ങൾ വാട്ട് വിൽ ബി യുവർ റോൾ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ കോട്ട് ഓൾ ദിസ് social approach, strengthening awareness and behavioral change, expand community nutrition literacy programs across other tribal regions, leverage self-help groups to promote food security through women-led initiatives, conduct nutrition education campaigns to bridge knowledge gaps about balanced diets and traditional food systems. പിന്നെ എക്കണോമിക് അപ്രോച്ച് നമ്മൾ പറയുകയാണെങ്കിൽ എൻഹാൻസിങ് ലൈവ്ലിഹുഡ്സ് ആൻഡ് മാർക്കറ്റ് ലിങ്കേജസ്, അതായത് പ്രൊവൈഡ് മൈക്രോ ഫൈനാൻസ് ആൻഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു സ്മോൾ സ്കെയിൽ ട്രൈബൽ ഫാമേഴ്സ്, എസ്റ്റാബ്ലിഷ് മാർക്കറ്റ് ലിങ്കേജസ് ഫോർ സർപ്ലസ് പ്രൊഡ്യൂസ് ഫ്രം ഹോം ഗാർഡൻസ് ടു ഇംപ്രൂവ് റൂറൽ ഇൻകം, ഇൻട്രൊഡ്യൂസ് ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് വാല്യൂ അഡീഷൻ ഇൻഡസ്ട്രീസ് ടു സപ്പോർട്ട് ട്രൈബൽ അഗ്രികൾച്ചർ. പിന്നെ എൻവയോൺമെൻറ്റൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ പ്രൊമോട്ട് ക്ലൈമറ്റ് റിസൈലൻറ്റ് ക്രോപ്പ് വെറൈറ്റീസ്, അഗ്രോ ഫോറസ്ട്രി മോഡൽസ് ഫോർ ലോങ് ടേം ഫുഡ് സെക്യൂരിറ്റി, encourage organic farming techniques to reduce dependency on chemical fertilizers, enhance water conservation practices like rainwater harvesting for better irrigation. പിന്നെ ഗവർണൻസ് അപ്രോച്ച്, അതായത് സ്ട്രെങ്തനിങ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ആൻഡ് പോളിസി ഇൻറ്റഗ്രേഷൻ, ഇൻറ്റഗ്രേറ്റ് ന്യൂട്രീഷൻ സെക്യൂരിറ്റി പ്രോഗ്രാംസ് വിത്ത് ഫ്ലാഗ്ഷിപ്പ് ഗവൺമെൻറ് സ്കീംസ് ലൈക്ക് പോഷൻ അഭിയാൻ, പിന്നെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് NFSA ടു എൻഷുർ access to subsidized nutritious food. Mahatma Gandhi National Rural Employment Act MGNREGA to support agricultural labor. പിന്നെ enhance coordination between Anganwadi workers, Ashas, Panchayats for last mile delivery of nutrition services. പിന്നെ improve data driven monitoring mechanisms to track nutrition outcomes. Conclusion നമ്മൾ പറയുമ്പോൾ the transformation of Koraput's food basket is a model for tackling malnutrition through community driven nutrition sensitive agricultural practices, a multi-sectoral approach integrating awareness, economic empowerment, environmental sustainability, policy interventions can create scalable and long-term solutions for nutrition security in tribal areas. ഓക്കെ, നമ്മൾ ഇതിനകത്ത് എല്ലാ പോയിൻറ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കൺക്ലൂഷനും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അവയർനെസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, എക്കണോമിക് എംപവർമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി എങ്ങനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പോളിസി ഇൻ്റർവെൻഷൻസും പറഞ്ഞിട്ടുണ്ട്. അതിലൂടെ നമ്മൾ ട്രൈബൽ ഏരിയാസ് ഓൾ അറൗണ്ട് ഇന്ത്യയിലുള്ള ട്രൈബൽ ഏരിയാസിലോട്ട് ന്യൂട്രീഷൻ സെക്യൂരിറ്റി എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. ബൈ റെപ്ലിക്കേറ്റിംഗ് ആൻഡ് എക്സ്പാൻഡിങ് സച്ച് ഇനിഷ്യേറ്റീവ്സ് ഇന്ത്യ ക്യാൻ എഫക്റ്റീവ്ലി അഡ്രസ് ഹങ്കർ, improve rural livelihoods and ensure food sovereignty for vulnerable communities. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് IR പെർസ്പെക്റ്റീവിലുള്ള ന്യൂസാണ്. ഇന്ത്യ ചൈന റിലേഷൻസ് ഹാവ് വിറ്റ്നസ്ഡ് ഫ്ലക്ച്വേഷൻസ് റേഞ്ചിങ് ഫ്രം സ്ട്രാറ്റജിക് കോപ്പറേഷൻ to intense border disputes. The Galwan clashes of June 2020 marked a turning point, leading to increased military tensions and diplomatic strain. However, recent bilateral engagements in 2025, including India's foreign secretary's visit to China, indicate an attempt to restore relations. The need for a balanced approach, one that ensures national security while fostering diplomatic and economic ties, remains critical. Okay. Key issues of India and China relations എന്താണ്? ഒന്ന്, border disputes ആണ്. Of course, the line of actual control remains major flashpoint with multiple friction points in Galwan, Pangong Tso, Gogra and Hot Springs. Lack of transparency regarding de-escalation, demilitarization and troop withdrawal raises concerns about China's intentions. Historical precedence shows that China normalizes relations only when pressured externally, such as after 1962 war, post-Tiananmen Square backlash, post-Trump policies. പിന്നെ ഡിപ്ലോമാറ്റിക് എൻഗേജ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജി കാൽക്കുലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ആൻഡ് ചൈന ഹാവ് എൻഗേജ്ഡ് ഇൻ ഡിപ്ലോമാറ്റിക് ടോക്സ് ടു റീസ്റ്റോർ നോർമൽസി, ബട്ട് ആംബിഗ്വിറ്റി ഇൻ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ്സ് ഡൗട്ട്സ്. China urges India to move on from 2020 clashes, whereas India prioritizes restoration
of pre-2020 status quo before advancing other bilateral aspects. India's guarded approach in official briefings suggests skepticism about China's long-term commitment. Economic interdependence and trade imbalance നമ്മൾ നോക്കുകയാണെങ്കിൽ despite border tensions, India remains economically linked to China with a trade deficit over 100 billion. India's push for self-reliance, Atmanirbhar Bharat, aims to reduce dependence on Chinese imports, need for strategic decoupling in sensitive sectors while maintaining trade in non-sensitive areas. പിന്നെ geopolitical rivalry and strategic alignments, India's participation in Quad, നമുക്ക് ക്വാഡ് അറിയാം, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഓർഗനൈസേഷനാണ്. യു ഷുഡ് ബി ഏബിൾ ടു ആഡ് ദിസ് ഇൻ യുവർ ആൻസർ. US, ജപ്പാൻ ആൻഡ് ഓസ്ട്രേലിയ പ്ലസ് ഇന്ത്യ ആണ് ആ ഗ്രൂപ്പിംഗ് വരുന്നത്. ആൻഡ് ചൈനാസ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ക്രിയേറ്റ് കമ്പീറ്റിംഗ് ഇൻട്രസ്റ്റ്. ചൈനാസ് ഇൻഫ്ലുവൻസ് ഇൻ സൗത്ത് ഏഷ്യ, especially Pakistan, Nepal, Sri Lanka, poses security concerns for India. The 16th BRICS Summit 2024 Kazan show cautious engagement highlighting India's balanced approach. നമ്മൾ വേ ഫോർവേഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റെബിലിറ്റി, സ്ട്രെങ്തൻ ബോർഡർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സർവൈലൻസ് അലോങ് ദ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, മെയിൻറ്റെയിൻ മിലിറ്ററി ഡിറ്ററൻസ് വൈൽ എൻഗേജിംഗ് ഡിപ്ലോമാറ്റിക്കലി for de-escalation, strengthen alliances with friendly nations to counterbalance China's regional influence. പിന്നെ ഡിപ്ലോമാറ്റിക് ആൻഡ് പൊളിറ്റിക്കൽ എൻഗേജ്മെൻറ്റ് നോക്കുകയാണ്, കണ്ടിന്യൂ ബയലാറ്ററൽ ടോക്സ് ബട്ട് ഡിമാൻഡ് ക്ലിയർ ടൈം ലൈൻസ് ഫോർ ട്രൂപ്പ് വിഡ്രോവൽ ആൻഡ് പെട്രോളിംഗ് റൈറ്റ്സ് റിസ്റ്റോറേഷൻ. എൻഗേജ് ചൈന ഇൻ മൾട്ടിലാറ്ററൽ പ്ലാറ്റ്ഫോംസ് ബ്രിക്സ് SCO while asserting national interest. Avoid Chinese diplomatic traps that suggest normalcy without actual border resolution. Okay. പിന്നെ എക്കണോമിക് റെസൈലൻസ് ആൻഡ് ട്രേഡ് ഡൈവേഴ്സിഫിക്കേഷൻ്റെ കേസിൽ റെഡ്യൂസ് ഡിപ്പെൻഡൻസി ഓൺ ചൈനീസ് ഇമ്പോർട്ട്സ് ത്രൂ ചൈന +1 സ്ട്രാറ്റജി, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സപ്ലൈസിനെ തപ്പുക. സ്ട്രെങ്തൻ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് ആൻഡ് ക്രിട്ടിക്കൽ സെക്ടേഴ്സ്, ഇലക്ട്രോണിക്സ്, ഫാർമ, ഡിഫൻസിലൊക്കെ നമ്മൾ ആത്മനിർഭർ ആകുക. പിന്നെ ലെവറേജ് റീജിയണൽ ട്രേഡ് അഗ്രിമെൻറ്റ്സ് RCEP ഓൾട്ടർനേറ്റീവ്സ് ടു ഡൈവേഴ്സിഫൈ ട്രേഡ് പാർട്ട്നേഴ്സ്. ഇൻഫർമേഷൻ ആൻഡ് നറേറ്റീവ് കൺട്രോൾ, അതായത് എൻഷുർ ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷൻ അബൌട്ട് മിലിറ്ററി ഡെവലപ്മെൻറ്റ്സ് to counter misinformation. Develop a strong strategic narrative to assert India's position internationally. Use soft power diplomacy, that is education, culture, technology and partnerships to counter China's influence. Conclusion ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഇന്ത്യ ആൻഡ് ചൈന റിലേഷൻസ് remain complex and cyclical with periods of tension and friction. While diplomatic engagement is essential, India must maintain strategic caution to prevent a unilateral compromise on security. A multi-pronged approach integrating defense preparedness, economic resilience, and global partnerships is key to ensuring a stable and assertive foreign policy towards China. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് നമ്മൾ നോക്കുന്നത് അതൊരു സോഷ്യൽ ഇഷ്യൂ എന്ന് പറയത്തില്ല, ഇപ്പം കറൻ്റ്ലി ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ബട്ട് UPSC പെർസ്പെക്റ്റീവിൽ, നമ്മുടെ പൊളിറ്റി പെർസ്പെക്റ്റീവിലൊക്കെ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് കൂടിയാണ്. ഓക്കെ, ഇഫ് ആസ്ക്ഡ് കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ദ ഡിബേറ്റ് ഓൺ ഫ്രീഡം ഓഫ് സ്പീച്ച് വേഴ്സസ് ദ റൈറ്റ് ടു ടേക്ക് ഓഫൻസ് ഹാസ് ഗെയിൻഡ് പ്രൊമിനൻസ്, എസ്പെഷ്യലി വിത്ത് കോൺട്രവേഴ്സീസ് ഇൻവോൾവിംഗ് കൊമേഡിയൻസ്, പൊളിറ്റിക്കൽ ഫിഗേഴ്സ് ആൻഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. Okay, the Indian Constitution guarantees freedom of speech under Article 19(1)(a), but imposes reasonable restrictions under Article 19(2) to ensure public order, decency, and national security. The recent legal actions against comedians and media personalities have reignited discussions on the limits of free expression. ഓക്കെ, അപ്പോൾ ലീഗൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 19(1)(a) പൊളിറ്റി ക്വസ്റ്റ്യൻ ആണ്, പൊളിറ്റി ടോപ്പിക്കാണ്. വി നീഡ് ടു ഗോട്ട് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾ 19(1)(a) grants every citizen the right to freedom of speech and expression. Article 19(2) imposes reasonable restrictions on free speech in case of അതായത് ഇന്ത്യയുടെ സോവറിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റിനെ ബാധിക്കുന്ന രീതിയിലാണെങ്കിൽ, സെക്യൂരിറ്റി ഓഫ് സ്റ്റേറ്റിനെ ബാധിക്കുകയാണെങ്കിൽ, പബ്ലിക് ഓർഡറിനെ ബാധിക്കുകയാണെങ്കിൽ, ഡീസൻസി ഓർ മൊറാലിറ്റി, contempt of court, defamation, incitement to an offense. പിന്നെ ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻസ് ആണ് ഡിഫൈൻഡ് ദ സ്കോപ്പ് ആൻഡ് ബൗണ്ടറീസ് ഓഫ് സ്പീച്ച്. അതിന് എക്സാമ്പിൾ കേദാർനാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ, ശ്രേയ സിംഗാൾ കേസ് ഒക്കെ അതിനുള്ള എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ദ റൈറ്റ് ടു ടേക്ക് ഓഫൻസ്, മിസ്പ്ലേസ്ഡ് പ്രയോറിറ്റീസ്, അതായത് ഡിബേറ്റ് ഹൈലൈറ്റ്സ് എ കോൺട്രഡിക്ഷൻ വൈൽ
Politicians frequently use hate speech. Comedians and journalists face legal scrutiny. ഓക്കെ, അതായത് പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും നമുക്കറിയാം അവർ കമ്മ്യൂണിറ്റി സ്പെസിഫിക് ആയിട്ടുള്ള ഹെയ്റ്റ് സ്പീച്ചുകൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ജേർണലിസ്റ്റ് ആണെങ്കിലും കൊമേഡിയൻസ് ആണെങ്കിലും ദേ യൂസ് വൾഗർ ടേംസ്. ഓക്കെ, ഡീസൻസീസിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ആക്ഷൻസ് ചെയ്യുന്നുണ്ട്. ദ നീഡ് ഫോർ ടോളറൻസ് ഇൻ ഡെമോക്രസി ഈസ് എസെൻഷ്യൽ ആസ് ഡൈവേഴ്സ് ഒപ്പീനിയൻസ് സ്ട്രെങ്തൻ റാദർ ദാൻ വീക്കൻ public discourse. The judiciary must balance the right to free speech with societal sensitivities while preventing misuse of legal provisions to curb dissent. Obscenity and morality in free speech. അതായത് courts have struggled with defining obscenity due to its evolving nature across time and societies. അതിൻ്റെ എക്സാമ്പിൾ കുറച്ച് കേസസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ലേഡി ചാറ്റർലീസ് കേസ്, സർക്കാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബംഗാൾ കേസ്, ദ ഗ്രോയിങ് അതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ഗ്രോയിങ് പൊളിറ്റിക്കൽ യൂസ് ഓഫ് മൊറാലിറ്റി ഇൻ റെസ്ട്രിക്റ്റിംഗ് ഫ്രീ സ്പീച്ച് റൈസസ് കൺസേൺസ് ഓവർ അതോറിറ്റേറിയൻ ടെൻഡൻസീസ്. പിന്നെ എഫേർട്സ് ടു റെഗുലേറ്റ് ഡിജിറ്റൽ കണ്ടൻറ് ആൻഡ് ഫ്രീ സ്പീച്ച്. അതായത് ഈ ഒരു ഡിബേറ്റ് ഞാൻ എടുക്കാനായിട്ടുള്ള ഒരു റീസൺ ഈ ഒരു ടോപ്പിക്കാണ്, ദിസ് വൺ. കാരണം നമുക്കിപ്പം സോഷ്യൽ മീഡിയ കണ്ടൻറ്റിൽ ഹെയ്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ അതർ ഹെയ്റ്റ് സ്പീച്ച്, ഇൻഡീസൻറ്റ് കണ്ടൻറ്റ് അതൊന്നും കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ലീഗൽ പ്രൊവിഷൻസ് ഒന്നും നമുക്കില്ല. ഓക്കെ, അത് ഭയങ്കരമായിട്ട് ലാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. Okay, efforts to regulate digital content and free speech concerns. The Broadcasting Services Regulation Bill aims to control digital and television content, sparking fears of state overreach. The role of social media platforms in moderating speech remains a contentious issue, with allegations of biases and selective censorship. The Supreme Court's intervention in striking down arbitrary internet restrictions, Shreya Singhal case 2015, reaffirms the judiciary's role in upholding free speech. Conclusion നമ്മൾ പറയുവാണെങ്കിൽ, democracy thrives in diverse opinions and restricting speech in the name of morality or public sentiment risks authoritarianism. Instead of legal suppression, encouraging civic discourse and counter speech is the best way to address controversial statements. Judiciary, media and civil society must ensure free expression is protected while simultaneously preventing hate speech and incitement to violence. ഓക്കെ, അപ്പം നമുക്ക് 3 ടോപ്പിക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ട്രൈബൽ ന്യൂട്രീഷൻ എങ്ങനെ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുവരാമെന്നുള്ള കാര്യം നമ്മൾ നോക്കി. ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഇൻ യുവർ കരിയർ ആസ് വെൽ. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ഇന്ത്യ ചൈന ക്ലാഷസിനെ കുറിച്ചാണ്. അതൊരു ബാലൻസ്ഡ് അപ്രോച്ചായിട്ട് എങ്ങനെ നമ്മൾ എടുക്കണം എന്നുള്ളൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. ലാസ്റ്റ് വൺ ഈസ് അബൌട്ട് ഇൻ്റർനെറ്റിലെ കണ്ടൻറ് കൺട്രോളിങ്, അതുപോലെ തന്നെ ഫ്രീ സ്പീച്ച് റിലേറ്റഡ് ആയിട്ടാണ്. അതിൽ ലീഗൽ പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ നോക്കി. പൊളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് തന്നെ വി ലുക്ക്ഡ് ഇൻ ടു ദ ആർട്ടിക്കിൾസ് ആസ് വെൽ. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.